ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാവരും വർത്താനം? സുഖമല്ലേ? അൽഹംദുലില്ലാ, അമ്മക്കും സുഖമാണ് കേട്ടോ. രാവിലെ എണീറ്റ് ഈ ഒരു കാഴ്ച കണ്ടപ്പം ഞാനൊരു 5 മിനിറ്റ് ഇതന്നെ നോക്കിയിരുന്നു കേട്ടോ. കാരണം എപ്പോഴെങ്കിലാണ് ഇങ്ങനെ സംഭവിക്കൽ. ഇതിപ്പം ഇന്നലെ രാത്രി ഒരു ബീച്ചിൽ പോയിന് കേട്ടോ. ബീച്ചിലല്ല, മാനാഞ്ചിറ പാർക്കിൽ. അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് അതേ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് ഉറങ്ങാണ് കേട്ടോ എൻ്റെ ജമാൻക്കാണെങ്കിൽ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഷർട്ടും ജീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങോട്ട് കഴിച്ചിടാന്ന് പറയുന്നത് ഓനക്ക് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര അലമ്പാക്കും ഓന്. അപ്പം അന്ന് പതിവില്ലാതെ ദീദീനെയും കെട്ടിപ്പിടിച്ചിട്ടാണ് ആൾ ഉറങ്ങുന്നത്. പിന്നെ അതാ കണ്ടോ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം എണീറ്റ് വന്നിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഇഡ്ഡലിക്കുള്ള മാവ് ഇന്നലെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് അങ്ങനെ രാത്രി അടിച്ചു വെച്ചതേനു കേട്ടോ. ഞാൻ കുറച്ചധികം മാവ് അങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടേനും. എന്നിട്ട് പിന്നെ 2 പാത്രത്തിലാക്കി വെച്ചു. ഇത് രണ്ടും ഫ്രിഡ്ജിലേക്ക് കയറ്റാനാണ് കേട്ടോ. കാരണം ഇന്ന് ഞാൻ ശരിക്കും ഇഡ്ഡലിയോ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നോക്കുമ്പം ചിക്കൻ കറി ഇന്നലത്തേത് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ആ ഒരു കറി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നീർദോശയ്ക്ക് വേണ്ടിയിട്ട് പച്ചരിയും സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു രാത്രി. അങ്ങനെ ഞാൻ ആ 2 ഇഡ്ഡലീൻ്റെ ബാറ്ററും കൂടി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടോ. പെട്ടെന്ന് ആവശ്യം വരും. കാരണം അഥവാ എണീക്കാനായിട്ട് ലേറ്റായി കഴിഞ്ഞാൽ വേഗം എടുത്തിട്ട് ദോശ ചൂടാലോ. പിന്നെ ഇനിയിപ്പോൾ സ്കൂളും തുറക്കല്ലേ. അപ്പോൾ എന്തായാലും ദോശമാവിന് നല്ല ചിലവായിരിക്കും. അങ്ങനെ ഞാൻ ഇഡ്ഡലിക്കല്ല, നീർദോശക്കുള്ള പച്ചരിയും പിന്നെ കുറച്ച് തേങ്ങയും കൂടി അടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയും പിന്നെ കുറച്ച് നല്ല ജീരകവും കൂടി ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിൽ പിന്നെ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ നല്ല ജീരകവും ചേർത്തില്ല. ജസ്റ്റ് കുറച്ച് അധികം തേങ്ങയും പച്ചരിയും കൂടി നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട്. ഇത് മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് കുറച്ച് നല്ല കട്ടിക്ക് തന്നെ അടിക്കും. എന്നിട്ട് പിന്നെ കുറച്ച് അധികം വെള്ളം ചേർത്തിട്ട് നല്ല ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുക്കണം. ഇഡ്ഡലിയും ദോശയൊക്കെ പോലെ തന്നെ മറ്റൊരു എളുപ്പപ്പണിയാണ് കേട്ടോ ഈ ഒരു നീർദോശയും. പെട്ടെന്ന് റെഡിയാക്കാം. ഇനി വേണമെങ്കിൽ പച്ചരി പുതർത്താൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും അരിപ്പൊടി കൊണ്ടും ഈ ഒരു സംഭവം ട്രൈ ആക്കി നോക്കട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം മിക്സി കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. പിന്നെ ചില ആൾക്കാർ ഈ ഒരു ബാറ്ററിലേക്ക് തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് കാണലുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പ്ലെയിൻ ആക്കിയിട്ട് അങ്ങനെ നല്ല ക്രിസ്പി ആക്കിയിട്ട് ചുട്ടെടുക്കലാണ്. ഇവിടെ എസക്കും ഇസാൻക്കും ഒക്കെ ഈ ദോശ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഈ ദോശൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെയാണ്. അതിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ദോശ. ഇവിടെ പിന്നെ ഞാൻ കൂടുതലും ഇങ്ങനത്തെ എളുപ്പപ്പണികളാണ് നോക്കൽ. ദോശ, ഇപ്പോൾ നീർദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ മിക്ക ടൈമിലും ഞാൻ പുട്ടുണ്ടാക്കും. ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഞാൻ ട്രൈ ആക്കി നോക്കിയാൽ. പുട്ട്, നീർദോശ, ഇഡ്ഡലി, പിന്നെ അതേപോലെ തന്നെ പൂരിയും ഉണ്ടാക്കും. പൂരിയും എനിക്ക് പിന്നെയും ഒരു എളുപ്പമായിട്ട് തോന്നും. ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എനിക്കത് കുറച്ച് പണിയുള്ള പോലെയാണ് കേട്ടോ തോന്നൽ. പൂരിയും കുറച്ച് പണിയാണ്, പക്ഷെ എന്നാലും ചപ്പാത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പൂരി എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നലുണ്ട് ചപ്പാത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കേട്ടോ. അങ്ങനെ കൂടുതലും ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് പിന്നെ ഇവർക്കും ഇഷ്ടം. പിന്നെ വെള്ളപ്പം അങ്ങനെ ഇവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ എനിക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനതങ്ങനെ ഉണ്ടാക്കലില്ല. പിന്നെ നൂൽപുട്ട് ഇവിടെ ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കും എനിക്കൊക്കെ. നൂൽപുട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നൂൽപുട്ടിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അതും ഉണ്ടാക്കലില്ല. പക്ഷെ ചില സമയത്ത് ഉമ്മ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കൊണ്ടു തരും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ കഴിക്കും. അങ്ങനെ സംസാരിച്ച് നിന്നപ്പോഴേക്കും എൻ്റെ ഫസ്റ്റത്തെ ദോശ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതേപോലെ ചുട്ടെടുക്കട്ടെ. ഇതാവുമ്പം ഇതവിടെ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പണി നോക്കാം. അതുകൊണ്ടാണ് ഞാനിത് ഇത്ര എളുപ്പപ്പണിയാണെന്ന് പറയാൻ കാരണം കേട്ടോ. ഇതവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ചു വെച്ച് ഒന്ന് കുക്കാവണ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇനിയിപ്പോൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ കറീൻ്റെ കാര്യങ്ങൾ നോക്കാം, അല്ലെങ്കിൽ പാത്രം കേൾക്കാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഞാനിത് ആ കറിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലങ്ങനെ പീസും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ഒരു ഗ്രേവി തന്നെ മതി ധാരാളം രാവിലെ കഴിക്കാൻ. അതിൻ്റെ ഇടയിൽ ഉച്ചക്കത്തേക്കുള്ള പണികൾ കൂടി നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മൾ ചായ കുടിക്കുന്ന നേരം കൊണ്ട് ചോറിനുള്ളത് വെക്കാം. അതാകുമ്പോൾ നമ്മൾ ചായ കുടിച്ച് വരുമ്പോഴത്തേക്കും ചോറ് അത്യാവശ്യം നല്ലോണം തിളച്ചിട്ടുണ്ടാവും. പിന്നെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതിയല്ലോ.
അങ്ങനെ ദാ ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചായ കുടിക്കലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഇളയച്ചി എസനെ മേലൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ ഹാളിൽ കൊണ്ടുയിരുത്തിയിട്ടുണ്ടേനു. അപ്പം നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി ചായ കുടിക്കുകയാണ്. ജമാൻ്റെത് പിന്നെ വെറും ഒരു പ്രഹസനാണ് കേട്ടോ. ഓനക്ക് കൊടുക്കും, ചില സമയത്ത് ഒരു കഴിക്കും, ചില സമയത്ത് കഴിക്കില്ല. എനിക്ക് ദോശയൊക്കെ ഭയങ്കര ക്രിസ്പിയാക്കി കൊടുത്താലൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അത് അവൻ്റെ മൂഡനുസരിച്ചായിരിക്കും. രാവിലെ തന്നെ എണീറ്റ് വന്നാലും ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് തപ്പ. എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് തപ്പും. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അതങ്ങനെ കഴിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കലൊക്കെ ഒരു കളിയാണ് ഓൻ്റെത്. എനിക്ക് വിശന്ന് കഴിഞ്ഞാലും ഓന് കഴിക്കും കേട്ടോ. അല്ലെങ്കിൽ ഓനിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് എടുത്ത് തിന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വല്ലാണ്ട് അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഉച്ചക്ക് എന്താ പറയുക ലഞ്ച് കഴിച്ച് അങ്ങനത്തെ ആ ഒരു ഇതൊന്നുമില്ല. ഓനക്ക് വിശക്കുന്നതിനനുസരിച്ച് ഓൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നും. ചിലപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കാരൊക്കെ എടുത്ത് തിന്നും. അങ്ങനെയൊക്കെയാണ് ഓൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതാ ഞാൻ ഉച്ചക്കത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പം ഉച്ചക്കത്തേക്കുള്ള ബാക്കി പരിപാടികൾ നോക്കുകയാണ്. അരി ഇതാ അവിടെ അത്യാവശ്യം നല്ലോണം തിളച്ച് വരുന്നുണ്ടേനു. ഇനി ഞാനതിലേക്ക് പയറുപ്പേരി ഉണ്ടാക്കിട്ടോ. അതിലേക്കല്ല, പയറുപ്പേരി ഉണ്ടാക്കി പിന്നെ മോരുകറി ഉണ്ടാക്കാൻ വിചാരിച്ചു ഇന്ന്. അപ്പം മോരുകറിക്കുള്ള ഇളവനും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ ലഞ്ചിന് മെയിൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനാണ്. ചിക്കൻ ഞാനൊരു ഫ്രൈ പോലെ ആക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. ഞാൻ ഓരോ ടൈമിലും ഓരോ ഫ്രൈ ആണ്. ചില സമയത്ത് ചിക്കൻ പൊരിച്ചിട്ട് ഫ്രൈ ആക്കും. ഇതിപ്പം പൊരിക്കുന്നൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വെളിച്ചെണ്ണയിലേക്ക് 2 വറ്റൽമുളകും പിന്നെ നമ്മൾ ഓൾ സ്പൈസസ് ഉണ്ടാവുമല്ലോ, ഈ കറാമ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് പിന്നെ ഉലുവയും അതും കൂടി ഇട്ടിട്ട് എണ്ണയിലൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ അതാ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടുകൊടുത്ത് ഉള്ളിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടുകൊടുത്തിട്ട് ഉള്ളി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിൻ്റെ ഇടയിൽ ഇതാ മോരുകറിക്കുള്ള ഇളവനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തേങ്ങയിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ടിട്ട് അടിച്ചെടുത്തതാണ് തേങ്ങ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് തൈരും കൂടി അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈരൊക്കെ നമ്മളെ പുളിക്ക് എനിക്കിവിടെ അത്യാവശ്യം നല്ല പുളിയുള്ള കറിയാണ് കേട്ടോ ഇഷ്ടം. അതുപോലെ തന്നെ മോരുകറിയും ചില ആൾക്കാർ തേങ്ങ ഒന്നും ഒഴിക്കാതെ സിമ്പിളായിട്ട് തൈര് മാത്രം എന്താ പറയുക വെളിച്ചെണ്ണയിലേക്ക് കടുകും അതൊക്കെ പൊട്ടിച്ചിട്ട് തൈര് ഒഴിച്ചിട്ടുള്ള മോരുകറി ഉണ്ടാക്കലുണ്ട്, വേറെ തേങ്ങ ഒന്നും ഇടാതെ. പക്ഷെ എനിക്ക് ആ ഒരു കറി വലിയ ഇഷ്ടമില്ല കേട്ടോ. ഇതേപോലെ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടം. അപ്പം ഞാൻ അതിലേക്ക് തന്നെ ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ കുറച്ച് തൈരും കൂടി അടിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടായി എന്ന് കാണുമ്പോൾ ആ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോഴേക്കും ഉള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുമ്പം തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ തക്കാളി നല്ലോണം വാടി വന്നപ്പോൾ നമ്മൾ നോർമൽ പൊടികളായിട്ടുള്ള മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ പെരുംജീരകം അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പൊടികൾ റോസ്മെല്ലൊക്കെ മാറിയ ശേഷം ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ചിക്കൻ തന്നെ വെള്ളം നല്ലപോലെ ഇറങ്ങി വരും കേട്ടോ. ആ ഒരു വെള്ളത്തിൽ തന്നെ ചിക്കൻ കുക്കായിക്കോളും. പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ചിക്കൻ ഫ്രൈ അല്ലേ, അപ്പോൾ ആ ഒരു ഗ്രേവി മതിയല്ലോ. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ ചിക്കൻ നല്ലോണം കുക്ക്
നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ഒരു ഗ്രേവി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ കണ്ടോ, ഇത് ചിക്കൻ തന്നെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ തന്നെ ചിക്കന് കുക്കാവുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറായിരിക്കും കറിക്ക്. നമ്മൾ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അതിലേക്ക് കുറച്ചധികം മല്ലിയിലയും പുതിനയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേഗം പോയിട്ട് കുളിച്ച് വന്നിട്ട് വേഗം ഫുഡ് കഴിക്കണം. എൻ്റെ ഒരു ഫേവറേറ്റ് ലഞ്ച് കോമ്പിനേഷനാണ് കേട്ടോ മോരുകറി ചിക്കന്, അല്ലെങ്കിൽ മോരുകറി ബീഫ്. അത് ആ ഒരു കോമ്പിനേഷന് അടിപൊളിയാണ് കേട്ടോ. മോരുകറീൻ്റെ കൂടെ ചിക്കന് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷന്. ഇനിയിപ്പോൾ അത് വേഗം പോയിട്ട് ഫുഡ് കഴിക്കലാന്ന് കേട്ടോ. അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക.